Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നത്. അത്രമാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനു മുമ്പ് ഒരു റിമോട്ട് കാറിൻ്റെ വീഡിയോ ഈ സെയിം ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു Traxxas E-Revo. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ആദ്യം വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഞാനന്ന് എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും അധികം ചെയ്തിരുന്നില്ല. അത് ഡയറക്റ്റായിട്ട് ഒരു മ്യൂസിക്കും ചേർത്തങ്ങ് അപ്ലോഡ് ചെയ്തു. അതുണ്ടായിരുന്നേ. അപ്പോൾ അന്നേ കാലത്ത് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നെങ്കിൽ റിമൂവ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തം വീഡിയോ റിമൂവ് ചെയ്യണം. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അങ്ങ് റിമൂവ് ചെയ്തു. അപ്പോൾ ആ ഭാഗം ബ്ലാങ്ക് ആയി. അപ്പോൾ ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് ആ കാറിൻ്റെ ഒറിജിനൽ സൗണ്ട് ഞാനതിൽ എവിടെയും കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണ് പിന്നെ ഉണ്ടായിരുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ആണെങ്കിലും എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇത് കൊണ്ടു നടക്കാനുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം ചോദിച്ചിരുന്നു. ഞാൻ സെക്കൻഡ്സ് വാങ്ങുകയാണ്, ഫ്രഷ് അല്ല സെക്കൻഡ്സ് വാങ്ങുകയാണ് ചെയ്തത്. ഏകദേശം പുതിയ കണ്ടീഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയത് അങ്ങനെയാണ്. ഇതിൻ്റെ പുതിയതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 65,000 ടു അപ്പാണ്. 65,000 പ്ലസ് GST CST എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കുണ്ട്. ഇന്നത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഇന്നിപ്പോൾ അത് ഇന്ത്യയിലെ ഒരു സൈറ്റിൽ അവൈലബിൾ അല്ല. 1:16 സ്കെയില് നമ്മളുടെ ആമസോണിൽ കുറച്ച് കാലത്തിന് അവൈലബിൾ ആയിരുന്നു. അതിന് തന്നെ ഏകദേശം ഈ ഒരു പ്രൈസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എവിടെ നിന്ന് വാങ്ങാം, അതാണ് അടുത്തത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എറണാകുളത്തുള്ള RC ഹോബി കോർണർ കേരള അല്ലെങ്കിൽ ഹോബി കോർണർ കേരള എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ചോടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പറ്റിയ ഒരാളെ നമ്പർ തരാം. അദ്ദേഹത്തിൻ്റെ പേരാണ് അസ്ലാദ് അലി. അസ്ലാദ് ഖാൻ്റെ നിന്നും നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റും. ഈ E-Revo മാത്രമല്ല, ട്രാക്സസിൻ്റെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏത് റിമോട്ട് കാറിൻ്റെ ആണെങ്കിലും അദ്ദേഹം റെഡിയാക്കി തരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രൊഫഷൻ ഇതല്ല, പക്ഷേ അദ്ദേഹം ഒരു ഹോബീൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ്ഫുള്ളാണ്. ഒരുപാട് പേർക്ക് കേരളത്തിൽ അദ്ദേഹം ഈ RC കാർസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഗൾഫിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ചോദിച്ചു നോക്കുക. ഒരിക്കലും ഒരു ടൈം പാസിനായിട്ട് അത് ആദ്യം പറയാം, ഒരു ടൈം പാസിനായിട്ട് ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യരുത്. കാരണം ടൈം പാസിനായിട്ട് ചെല്ലുമ്പോൾ ഒറിജിനൽ ആരാണോ നമ്മൾ ടൈം പാസിന് ചെല്ലുന്ന ആരാന്നുള്ളതോ അറിയില്ല. അപ്പോൾ ഒറിജിനൽ വാങ്ങാൻ ചെല്ലുന്ന ഒരാൾക്ക് എപ്പോഴും അതൊരു എന്താ പറയുക, റിസ്ക് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് പുതിയത് അദ്ദേഹം എത്തിച്ചേരും, സെക്കൻഡ്സ് എത്തിച്ചേരും, കുഴപ്പമില്ല, നല്ല പ്രൈസിന് തന്നെ സാധനം കിട്ടും. ഈ ഒരു 60-65 വേണ്ട, അതിൻ്റെ ചോടെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഭൂരിഭാഗം ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത്. അതുപോലെ പല ഐറ്റം RC കാർസിനെ കുറിച്ച് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കാം, നിങ്ങൾ നോക്കുക. പിന്നെ ഇത് കൊണ്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നാട്ടുകാർ അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അവന്മാർക്ക് പ്രാന്താണെന്ന് പറയും, ഉള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ അവരുടെ നേച്ചറാണ്, അവരെ വിട്ടേക്കുക, ഇഗ്നോർ ചെയ്യാം. കാരണം കിട്ടാത്ത മുന്തിരി പൊളിക്കും. കാരണം അത് വെച്ച് പ്ലേ ചെയ്യുന്നൊരു ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഏകദേശം ഒരു 6 മാസക്കാലമാണ് എൻ്റെ കയ്യിൽ ആ വണ്ടി ഉണ്ടായിരുന്നത്. ഞാനതുകൊണ്ട് എനിക്ക് അൺലിമിറ്റഡ് ഫണ്ണായിരുന്നു. അതൊരു വേറെ ലെവലാണ്, ഉള്ളത് പറയല്ലോ, ഒരു വേറെ ലെവൽ തന്നെയാണ്. നമ്മളൊരു ഒറിജിനൽ കാറ് കൊണ്ടിടക്കുന്ന അങ്ങനെയൊക്കെ പറയാം. കാരണം ഇത് ഡ്രിഫ്റ്റ് ചെയ്യാം, ജമ്പ് ചെയ്യിക്കാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ലെവൽ തന്നെയാണ്, ഉള്ളത് പറയാലോ. പിന്നെ ഒരുപാട് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കാറിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ലെവൽ 1 ആണ്. അത് ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 6 എന്നിട്ട് അങ്ങനെ കയറാം. അതായത് അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ, അതിൻ്റെ പവർ അപ്ഗ്രേഡ് ചെയ്യാം, അതിൻ്റെ സ്പീഡിൻ്റെ കാര്യങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആ കാറിലുണ്ട്. പിന്നെ അതിൻ്റെ റിമോട്ടിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളെ കാറിൻ്റെ സെയിം ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ കാറിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ രീതിക്കുള്ള റിമോട്ട് കാറിൻ്റെ പോലെ ഒന്നല്ല, അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള കാറിനെയാണ്. നല്ല പവർ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, ചില കാര്യങ്ങൾ മെറ്റലുമാണ്. അതുപോലെ അത് 4 വീൽ ഡ്രൈവ് ആണ്. പ്ലസ് അതിൻ്റെ
കാര്യങ്ങൾ എന്താ പറയുക സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ കുറച്ചെണ്ണമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ചെണ്ണമൊക്കെ കിട്ടണമെങ്കിൽ റിസ്ക്കാണ്. അപ്പോൾ അതും ഇദ്ദേഹത്തിനോട് പറഞ്ഞ് കൊണ്ടിരിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മളൊരു വലിയ കാറിൻ്റെ സ്പെയർ പാർട്സിന് എത്രത്തോളം പ്രൈസ് വരുമോ ആ രീതിക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം അത്രത്തോളമുള്ള പ്രൈസ് ഇതിനുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. എങ്കിൽ പോലും സാധനം അടിപൊളിയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി പഴയൊരു വീഡിയോ ഞാൻ റീ എഡിറ്റ് ചെയ്തിടുന്നു. അത് ഏകദേശം അതേപോലെ തന്നെയാണ് ഞാൻ റീ എഡിറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ റെക്കോർഡിങ് അഡീഷണലായിട്ട് ഞാൻ അതിന്മേൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു ടൈം പീരീഡിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അന്ന് എടുത്ത ഒരു അൺബോക്സിങ് പ്ലസ് അതിൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങളൊന്ന് ഗ്രൗണ്ടിൽ പോയി അതിനെ ഓടിച്ച് നോക്കിയത്, വീട്ടിൽ കൂടെയുള്ള കുറച്ച് ഫണ്ണ്, ഇതൊക്കെ തന്നെയാണ് അതിൽ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം. ഇതിൻ്റെ ഒപ്പം ഉള്ള കുറച്ച് ആക്സറീസാണിത്. ഇത്രയും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സാധാരണ കാർസിൻ്റെ ഒപ്പം 1-2 ടൂൾസും കാര്യങ്ങളും ഉണ്ടാവാറുള്ളൂ. ഇത് കുറേ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മാനുവലാണ്. ഇത് വയർലെസ് കണക്ടിവിറ്റിയുടെ ഒരു മാനുവലാണ്. പിന്നെ അതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ എത്ര ചാനലാണെന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആ മോഡലിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തരുന്ന ഒരു മാഗസീനാണ്. ഇത് ട്രാക്സിൻ്റെ E-Revoയുടെ ഒരു ടോട്ടൽ ഔട്ട്ലുക്കാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുണ്ട് അതിൻ്റെ മാനുവൽ. അതേപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ്, ഷോക്കാണിത്, ബാറ്ററി, ഏതൊക്കെയാണ് ബാറ്ററി, എങ്ങനെ കണക്ട് ചെയ്യാം, അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇത് ആൾറെഡി ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ ടൂൾസിൽ വരുന്നതാണ്. ഓക്കെ, ആൾറെഡി ഒരു ഷോക്ക് ആപ്റ്ററിൻ്റെ ഓയിൽ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് കൊടുത്തിരിക്കുന്നു. അതാണ് എൻ്റെ ഡാഷ് ചാർജറാണ്. 4 ആംപിയറിൻ്റെ 6L 7L ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള ഡാഷ് ചാർജറാണ്. അഡീഷണൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതതിൻ്റെ ഡ്രൈവേഴ്സ് ഗൈഡ് കൊടുത്തിട്ടുണ്ടോന്ന്. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെയറിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നു. ഇത് ലോങ് ട്രാവൽ സസ്പെൻഷൻ കിറ്റിൻ്റെ അഡീഷണലാണ്. ഇതിപ്പോൾ ഇതിൽ ഷോർട്ട് ട്രാവലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ കിറ്റാണിത്. പിന്നെ ഇതിൻ്റെ കുറച്ച് വാഷേഴ്സും ഷോക്കിൻ്റെ എൻഡ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, ഇതിൻ്റെ ഷോക്ക് ക്യാപ്ചർ ഊരുന്നതും മറ്റു 1-2 ടൂൾസാണ്. ഇതിൻ്റെ വീലിൻ്റെ റാച്ചിറ്റാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ട്രാൻസ്മിറ്റർ വരുന്നത്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത് ഒന്ന്, അതായത് ട്രിം ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇത് 50 km/h റിവേഴ്സ് ആൻഡ് ബാക്ക്, ഫ്രണ്ട്, ന്യൂട്രൽ, അങ്ങനെയുള്ള ഒരു ട്രാൻസ്മിറ്ററാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, ഇതിൻ്റെ ഫോർവേഡ്, റിവേഴ്സ്. ഇവിടെ ഒരു മെനു ബട്ടണും സെറ്റ് ബട്ടണും വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് കാറൊന്ന് ചെക്ക് ചെയ്യാം. നല്ല ലാർജ് ടയേഴ്സ് അലവിലാണ് വരുന്നത്. ഇതിൻ്റെ സിംഗിൾ നെറ്റാണ് വരുന്നത് ഇവിടെ. പിന്നെ നമുക്കിതൊന്ന് ഊരി വെക്കാം.
ഇത് സാധാരണ ഫൈബർ ബോഡിയാണ്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷനാണ്, റയർ സസ്പെൻഷനാണ്. ഇത് ബ്രഷ്ലെസ് മോട്ടർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് 2 സൈഡിലായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ, അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസർ വരുന്നുണ്ട്. ഇത് എൻ്റെ ഗിയർ, ഫ്രണ്ട് സസ്പെൻഷനാണ്. ഈ ഒരു ഭാഗമാണ് നമ്മളെ ലോങ് ട്രാവലിൻ്റെ ഇതിൻ്റെ അഡീഷണൽ കിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാ കാറിനും സ്റ്റിയറിംഗ് സെർവോ എന്ന് പറഞ്ഞാൽ 1 വരാറ്. ട്രാക്സസിൻ്റെ ഈ മോഡലിന് 2 വരുന്നത്. ഇനി മറ്റു മോഡൽസിന് ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ട്രാക്സസിൻ്റെ ഫസ്റ്റ് കാറാണ് എൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് എല്ലാം സോഫ്റ്റ് ടേൺ ടയർ. ഇത് 4 വീലിലാണ് വരുന്നത്. ബാറ്ററി ഉള്ളതല്ലേ. ഇതാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോളർ യൂണിറ്റാണ്. അതിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ് ഇത് വരുന്നത്. ഓൺ ആക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോളറിൻ്റെ മുകളിലായിട്ട് ഒരു ഫാനുണ്ട്, അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ഓയിൽ ഷോക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഓയിൽ ഷോക്ക് തന്നെയാണ്. അത് ഒരു ബാറ്ററി കൂൾ ചെയ്യാനായിട്ട് ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, എയർ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. സ്പോയിലർ വരുന്നുണ്ട്. ഓണാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് റിമോട്ട് ഓണാക്കണം, അത് കഴിഞ്ഞിട്ട് കാർ ഓണാക്കാൻ പാടുള്ളൂ. പവർഫുള്ളാണ് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇതാ ഈ ഗ്രൗണ്ടാണ് ആകെ കൊളാക്കി വെച്ചത്. വലിയ പ്രശ്നങ്ങളോ അതൊന്നുമില്ല. കുറച്ച് ഹെവി റൈഡായിരുന്നു. ഷോക്ക് പ്രശ്നമില്ല. നന്നായിട്ട് ചളിയുണ്ട്. ക്ലീൻ ചെയ്യാനാണെങ്കിൽ നല്ല ടൈം എടുക്കും തോന്നുന്നു. അത്രയ്ക്കുള്ള ടൈം ഇതുണ്ട്. ബാറ്ററി രണ്ടും അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്.
നല്ല നീറ്റായിരുന്ന കാറിൻ്റെ ബോഡി മൊത്തം എരപ്പാക്കി വെച്ചിട്ടുണ്ട്. A few moments later.